ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഡൽഹി സ്ഫോടനം 10 മരണം സ്ഥിരീകരിച്ചു, 26 പേർക്ക് പരിക്ക്. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 10 പേർ മരിച്ചതായി സ്ഥിരീകരണം. 26 പേർക്ക് പരിക്കേൽക്കുകയും അതിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നുമാണ് വിവരം. മരിച്ചവരുടെ മൃതദേഹങ്ങൾ LNJP ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനിടെ സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടു. അന്വേഷണം വേഗത്തിലാക്കുവാൻ ഡൽഹി പോലീസിനും NIAയ്ക്കും നിർദ്ദേശം നൽകി. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായുമായി സംസാരിച്ചു. അമിത്ഷാ നിലവിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയെ അറിയിച്ചു. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായത് സാധാരണ നിലയിലുള്ള സ്ഫോടനം അല്ലെന്നാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. NIA സംഘം രാസപരിശോധനകൾ ആരംഭിച്ചു. സ്ഫോടനത്തെ തുടർന്ന് രാജ്യത്തുടനീളം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. സമീപ പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ എല്ലാ മേഖലകളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. പോലീസ് പെട്രോളിംഗ് വർദ്ധിപ്പിച്ചു. അതേസമയം ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം, പരിശോധനാ നിർദ്ദേശം നൽകിയെന്ന് DGP റാവേഡ ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹി സ്ഫോടനം, കേരളത്തിലും ജാഗ്രത, പ്രധാന കേന്ദ്രങ്ങളിൽ പരിശോധന ശക്തമാക്കുവാൻ നിർദ്ദേശം. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം, പരിശോധന നിർദ്ദേശം നൽകി എന്ന് DGP റാവേഡ ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കുവാൻ നിർദ്ദേശം നൽകി. ജില്ലാ എസ്പാമാർ നേരിട്ട് പരിശോധന ഉറപ്പാക്കണം. കേരളത്തിൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവയുൾപ്പെടെ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് പരിശോധന ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുന്നു. റെയിൽവേ സ്റ്റേഷന് അകത്തും പാർക്കിംഗ് ഏരിയയിലുമാണ് പരിശോധന നടക്കുന്നത്. പ്രധാന കേന്ദ്രങ്ങളിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഡൽഹിയിലുണ്ടായ സ്ഫോടനത്തിൽ 8 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 21 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്ഫോടനത്തെ തുടർന്ന് രാജ്യത്തുടനീളം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമീപ പ്രദേശത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ എല്ലാ മേഖലകളിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. പോലീസ് പെട്രോളിംഗും വർദ്ധിപ്പിച്ചു. ദമാമിൽ ന്യൂമോണിയ ബാധയെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശി മരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ രാകേഷ് രമേശനാണ് മരിച്ചത്. നെഞ്ചിലെ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രാകേഷ് വെള്ളിയാഴ്ചയാണ് മരിച്ചത്. ദമാമിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു രാകേഷ്. സാമ്പാറിന് രുചിയില്ല, കിച്ചൺ ഹെൽപ്പറെ പുറത്താക്കി കാസർകോട് കേരള കേന്ദ്ര സർവകലാശാല. ജാതി വിവേചനമെന്ന് ആരോപണം. കാസർകോട് കേരള കേന്ദ്ര സർവകലാശാലയിൽ ജാതി വിവേചനമെന്ന് പരാതി. സാമ്പാറിന് രുചിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി സർവകലാശാലയിലെ കിച്ചൺ ഹെൽപ്പറെ പുറത്താക്കി. ഭക്ഷണമുണ്ടാക്കിയ മറ്റു ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാതെ ദളിത് വിഭാഗക്കാരനായ കിച്ചൺ ഹെൽപ്പർക്കെതിരെ മാത്രം വൈസ് ചാൻസലർ പ്രൊഫസർ സിന്ധു P. അൽഗൂർ നടപടിയെടുത്തെന്നാണ് ആരോപണം. ദളിത് വിഭാഗക്കാരോട് വൈസ് ചാൻസലർ മോശമായി പെരുമാറുന്നുണ്ടെന്ന് കിച്ചൺ ഹെൽപ്പർ രൂപേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. വൈസ് ചാൻസലർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നവരിൽ ദളിത് വിഭാഗക്കാർ വേണ്ടെന്ന നിലപാടാണ് നടപടിക്ക് പിന്നിലെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ ഭക്ഷണം മോശമായതിനാൽ മാറ്റി നിർത്തിയതാണെന്ന് രജിസ്ട്രാർ ഡോക്ടർ R. ജയപ്രകാശ് വ്യക്തമാക്കി. താൽക്കാലിക ജീവനക്കാരനെ പുറത്താക്കുമ്പോൾ നോട്ടീസ് നൽകണമെന്ന മാനദണ്ഡം പോലും പാലിക്കാതെയാണ് വൈസ് ചാൻസലറുടെ നടപടി. സംഭവത്തിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കിച്ചൺ ഹെൽപ്പർ രൂപേഷ് പരാതി നൽകി. മോഹൻലാൽ നായകൻ, പഹൽഗാമുമായി മേജർ രവി, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ തുടക്കം. ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ് എന്നീ ശ്രദ്ധേയ സൈനിക മുന്നേറ്റങ്ങൾ മുൻനിർത്തി പുതിയ ചിത്രവുമായി സംവിധായകൻ മേജർ രവി. പഹൽഗാം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ അനൂപ് മോഹനാണ് നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് പൂജാ ചടങ്ങ് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. പൂജയ്ക്ക് ശേഷം മേജർ രവി നിർമ്മാതാവ് അനൂപ് മോഹനിൽ നിന്നും സ്ക്രിപ്റ്റ് ഏറ്റുവാങ്ങി പ്രൊജക്ടിന് ഔപചാരിക തുടക്കം കുറിച്ചു. മോഹൻലാൽ, ശരത് കുമാർ, പരേഷ് റാവൽ, ഐശ്വര്യ മേനോൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ദേശസ്നേഹത്തോടെ ഈ യാത്ര ആരംഭിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു തുടക്കം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപം, വകുപ്പ് മേധാവിയുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. ഗവേഷക വിദ്യാർത്ഥിയെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന കേസിൽ
കേരള സർവകലാശാല സംസ്കൃതം അധ്യാപിക വിജയകുമാരിയുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. വിജയകുമാരി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി ഇടപെടൽ. സംഭവത്തിൽ പോലീസിനോട് കോടതി വിശദീകരണം തേടി. കാര്യവട്ടം ക്യാമ്പസിലെ PhD വിദ്യാർത്ഥി വിപിൻ വിജയനെതിരെയാണ് വകുപ്പ് മേധാവി ജാതി അധിക്ഷേപം നടത്തിയത്. പുലയ സമുദായത്തിൽപ്പെട്ട തന്നോട് പുലയന്മാർ സംസ്കൃതം പഠിക്കേണ്ടെന്നും പുലയനും പറയനും വന്നതോടെ സംസ്കൃത വിഭാഗത്തിന്റെ മഹിമ നശിച്ചുവെന്നും ഡോക്ടർ CN വിജയകുമാരി നിരന്തരമായി വിദ്യാർത്ഥിയോട് പറഞ്ഞിരുന്നു. അക്കാദമിക് യോഗ്യതയില്ലാത്തതിനാൽ കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷക വിദ്യാർത്ഥിയായ വിപിൻ വിജയന് PhD അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ച് ഡീനായ ഡോക്ടർ CN വിജയകുമാരി വൈസ് ചാൻസലർക്ക് കത്ത് നൽകുവാൻ കാരണം പ്രബന്ധ ഗൈഡായ അധ്യാപികയോടുള്ള ഉദ്യോഗസ്ഥതല പ്രശ്നങ്ങളും തന്റെ സമുദായത്തിനോടുള്ള സ്പർദ്ധയും മൂലമാണെന്നും വിപിൻ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആഭ്യന്തര മന്ത്രാലയം ഊറ്റം കൊള്ളുന്ന സുരക്ഷിത ഡൽഹി ഇതാണോ? വിമർശനവുമായി കോൺഗ്രസ്. ഡൽഹി സ്ഫോടനത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസ്. ഡൽഹിയിലെ സുരക്ഷയിൽ ചോദ്യങ്ങളുമായി കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വി രംഗത്തെത്തി. ഇതാണോ ആഭ്യന്തര മന്ത്രാലയം ഊറ്റം കൊള്ളുന്ന സുരക്ഷിത ഡൽഹിയെന്ന് അദ്ദേഹം ചോദിച്ചു. ആവർത്തിക്കുന്ന സുരക്ഷാ വീഴ്ച സർക്കാരിന്റെ നിസ്സംഗതയുടെ തെളിവാണെന്ന് അഭിഷേക് സിംഗ്വി പറഞ്ഞു. ഡൽഹി അതീവ സുരക്ഷയിലായിട്ടും BJPക്ക് അഹങ്കാരത്തിനും അവകാശവാദത്തിനും കുറവില്ലെന്നും അഭിഷേക് സിംഗ്വി കുറ്റപ്പെടുത്തി. ഇന്നലെ വൈകുന്നേരമാണ് ചെങ്കോട്ടയ്ക്ക് സമീപം ഉഗ്രസ്ഫോടനം സംഭവിച്ചത്. 13 പേരാണ് സ്ഫോടനത്തിൽ മരിച്ചത്. 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തുടനീളം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാവധാനത്തിൽ വരികയായിരുന്ന വാഹനം നിർത്തിയതിനു പിന്നാലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സ്ഫോടനത്തിന് പിന്നാലെ സമീപത്തുണ്ടായിരുന്ന വാഹനത്തിലേക്ക് തീ പടർന്നു. നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു. സ്ഫോടനം നടന്ന സ്ഥലത്ത് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുകയാണ്. NIA NSG സംഘങ്ങൾ സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.